ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2003 ദി മിസ്റ്റിക് റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികമായിട്ട് എന്തായാലും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു 3 ചെറിയ പയ്യന്മാർ റോഡിൽ നിന്ന് ഹോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് അവരുടെ കയ്യിലുള്ള ആ ഒരു ബോൾ ഉരുണ്ട് അടുത്തുള്ള ഒരു ഡ്രെയിനേജിലേക്ക് വന്ന് വീഴും. അങ്ങനെ അതും കൂടി ആവുന്നതും ഇവർക്ക് 3 പേർക്ക് കളിക്കാൻ കഴിയുന്നില്ല. 3 പേരും മറ്റടുത്ത് മാറിയിരിക്കുന്ന സമയത്ത് 3 പേരും നല്ല സുഹൃത്തുക്കളാണ്. അതിലൊരാളുടെ പേര് ജിമ്മി. അതിൽ ജിമ്മി ആണെങ്കിൽ ഒട്ടും പേടിയില്ലാത്തൊരു പയ്യനാണ്. രണ്ടാമത്തെ ആളുടെ പേര് സിയാൻ. അവനൊരു നല്ല പയ്യൻ, വീട്ടിൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന, അമ്മയച്ഛനെ അനുസരിക്കുന്ന ഒരു നല്ല കുട്ടി. മൂന്നാമത്തെ ആളുടെ പേര് ഡേവ്. ഡേവ് ആണെങ്കിൽ അത്ര ധൈര്യമുള്ള കുട്ടിയൊന്നുമല്ല, കുറച്ച് പേടിയൊക്കെ ഉള്ള, എന്നാലും നല്ല ശരീരവും പൊക്കവും എല്ലാം ഉള്ള ഒരു പയ്യനാണ്. അതുമല്ല, ഡേവ് ആണെങ്കിൽ ഇവരുടെ തെരുവല്ല, അടുത്തൊരു തെരുവിലാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരുന്ന ബോൾ ഡ്രെയിനേജിൽ വീണതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് 3 പേര് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ റോഡിന്റെ സൈഡിലായിട്ട് ആരോ ഒരാൾ സിമന്റ് വെച്ച് നല്ല തേച്ചിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. അത് കാണുന്നത് 3 പേര് അവിടേക്ക് ചെന്നിട്ട്, ശരി ഇവിടെ നമ്മുടെ 3 പേരുടെ പേരെഴുതാം, ഇത് കണ്ടാ നിന്റെ അച്ഛനൊന്നും പറയത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് 3 പേരുടെ പേര് അവിടെ ഇങ്ങനെ എഴുതാണ്. ആദ്യം നമ്മുടെ ജിമ്മിയുടെ പേര്, രണ്ടാമത് ഷാനിന്റെ പേര്, മൂന്നാമത് നമ്മുടെ ഡേവിന്റെ പേര് എഴുതാനായിട്ട് അവനോട് ഇങ്ങനെ പറയുന്നതും ഡേവ് അവിടെ വന്നിരുന്നിട്ട് DA എന്നിങ്ങനെ എഴുതുന്നതും പെട്ടെന്ന് ഇവരുടെ പുറകിൽ നിന്ന് ആരോ ഒരാള് ഇവരെങ്ങനെ വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചിട്ട് പോലീസുകാരനെ പോലെ ഒരാള് പെട്ടെന്ന് ഇവരെ 3 പേരെ കണ്ടിട്ട്, ഹേയ് നിങ്ങളവിടെ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ സ്ഥലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് നിങ്ങളെ വളർത്തുന്നത് എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട്, ശരി നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി ഷാനും പറയും ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഡേവിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും എന്റെ വീട് അടുത്ത തെരുവിലാണ്, ഞാൻ ഇവരോട് കളിക്കാനായിട്ട് ഇവിടെ വന്നതാണെന്ന് പറയുന്നതും അയാൾ പറയും ശരി ഞാൻ പോലീസിലാണ്, ഡേവ് നീ വന്ന് വണ്ടിയിൽ കയറ് എന്നിങ്ങനെ പറയുന്നത് ഇവർക്ക് 3 പേർക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഡേവിനെ ഞാൻ എന്തായാലും അവന്റെ വീട്ടിൽ കൊണ്ടുവാക്കിയിട്ട് അവന്റെ അച്ഛനും അമ്മയോടും അവൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ ഡേവിനെ അവൻ ആ ഒരു കാറിൽ കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഡേവ് മാത്രം ആ കാറിന്റെ പുറകിലൂടെ ഇവരെങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ജിമ്മി ഷാണും നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ അച്ഛനും അമ്മയോടും ഈ ഒരു കാര്യം പറയും, ഇതേപോലെ ഇവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം പറയുന്നതും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഡേവിനെ കാണിക്കുമ്പോൾ ഡേവ് ഇപ്പോൾ ഒരു ഇരുണ്ട മുറിക്കകത്താണുള്ളത്. അതേസമയം ആ മുറിയിലെ ഡോറ് തുറന്നിട്ട് ഡേവിനെ കൊണ്ടുപോയല്ലോ ഒരാള്. അയാൾ അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾ സത്യം പറഞ്ഞാൽ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയി അബ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ സത്യം പറഞ്ഞാൽ ഒരു പോലീസുകാരനൊന്നും അല്ലായിരുന്നു. അങ്ങനെ അയാളാണെങ്കിലും നമ്മുടെ ഡേവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നതും ഒരവസരത്തിൽ നമ്മുടെ ഡേവ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു കാടിനകത്തേക്ക് ഓടി ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഡേവിന്റെ വീടിന് മുന്നിൽ പോലീസുകാരെല്ലാം വന്ന് നിൽക്കുന്നു, പത്രക്കാരെല്ലാവരും ഉണ്ട്. അതേസമയം തന്നെ ഷാനും ജിമ്മിയും അവരുടെ വീടിന് മുന്നിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അവർ ആ വീടിന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡേവ് ആ ജനാല വഴി അവരെങ്ങനെ നോക്കുന്നു. അവർ പെട്ടെന്ന് ഡേവിനെ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവന്റെ അമ്മയും അച്ഛനും വന്നിട്ട് ആ ജനാല അടച്ച് അവനകത്തേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെ ഇപ്പോൾ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഡേവും ബാക്കി എല്ലാവരും വളർന്നു വലുതായി, അവരെല്ലാവരും കല്യാണമെല്ലാം കഴിച്ചു. ഡേവിനാണെങ്കിൽ ഇപ്പോൾ ഒരു മകനുണ്ട്. അങ്ങനെ ഡേവിന്റെ മകനെയും കൊണ്ട് ആ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു കുട്ടിക്കാലത്ത് ആ ഒരു സിമന്റിൽ വരച്ച ഒരു പേരുണ്ടല്ലോ, അതെല്ലാം കാണുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് അവന് സംഭവിച്ച ആ ഒരു കാര്യം ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ ഒരു മെന്റൽ ട്രോമ ഇപ്പോഴും അവനെ അലട്ടുന്നുണ്ട്. അങ്ങനെ പേടിച്ചാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ജിമ്മി ഇപ്പൊ കാണിക്കുകയാണ്. നമ്മുടെ ജിമ്മി ആണെങ്കിൽ ഇപ്പോൾ വലുതായതിനു ശേഷം സിറ്റിക്ക് നടുവിലായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് അവന്റെ ജീവിതം അങ്ങനെ സെറ്റിലായി. അങ്ങനെ ജിമ്മിയും അവന്റെ ജോലിക്കാരനും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പുറകെ ഒരു പെണ്ണിങ്ങനെ ഓടി വരുന്നു. ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജിമ്മിയുടെ മകളാണ്. അവളുടെ പേര് കാറ്റി എന്നാണ്. അങ്ങനെ അവള് വന്നിട്ട് ജിമ്മിയോട് പറയും, അച്ഛാ ഇന്ന് രാത്രി എനിക്കൊരു പാർട്ടി ഉണ്ട്, ഞാൻ എന്തായാലും അതിന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നതും ജിമ്മി പറയും, പോയിട്ട് വാ, എന്തായാലും രാത്രി ആവരുത്, നാളെ നിന്റെ സഹോദരിക്ക് ചർച്ചിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിനെന്തായാലും നമുക്ക് പോയേ പറ്റൂ, അതൊരിക്കലും മറക്കരുത് എന്ന് അവളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് നേരെ അവളുടെ കാറിനടുത്തേക്ക് വരുന്നതും കാറിനകത്തേക്ക് കയറുമ്പോൾ കാറിനകത്ത് വേറൊരുത്തിരിക്കുന്നു. അത് കാറ്റിയുടെ ലവറാണ്, അവന്റെ പേര് ബ്രെൻഡൻ. അപ്പോൾ ബ്രെൻഡനെ കാണുന്നതും കാറ്റി പറയുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനൊരു പാർട്ടിക്ക് പോവാണ്, നമ്മൾ പ്ലാൻ ചെയ്തത് എന്തായാലും നാളെ പോരെ എന്ന് പറയുന്നതും അവനും മനസ്സോടെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാനിനെയാണ്. ഷാൻ ഇപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ നല്ലൊരു പയ്യനായിരുന്നു. അതേപോലെ തന്നെ അവനിപ്പോൾ വളർന്നു വന്നതുകൊണ്ട് പഠിച്ച് നല്ല രീതിയിൽ ഒരു പോലീസുകാരനായിട്ട് മാറി. അതുമല്ല ഇപ്പോൾ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു പാലത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതും അവന്റെ പാർട്ണറായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. അങ്ങനെ ലോറൻസുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ലോറൻസ് പെട്ടെന്ന് ഷാനോട് ചോദിക്കും, നിന്റെ വൈഫ് നിന്നെ വിട്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമായി, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് എന്നിങ്ങനെ പറയുന്നതും, ചേടാ നീ എന്തായി പറയുന്നത്, അതെങ്ങനെ ശരിയാവും, നീ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിന്നെ വിട്ട് നിന്റെ ഭാര്യ പിരിഞ്ഞു പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ
നമ്മുടെ ഷാൻ ആണെങ്കിലും വലിയ രീതിയിൽ അയാളുടെ മറുപടി ഒന്നും പറയാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ജീവിതം ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ബാർ കാണിക്കണം. ആ ബാറിനകത്താണെങ്കിലും നമ്മുടെ ഡേവ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ബാറിലേക്ക് 3 പെൺകുട്ടികൾ ഇങ്ങനെ കയറി വരുന്നത്. അങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ഡേവിന് അടുത്തിരിക്കുന്ന ഒരുത്തം പെട്ടെന്ന് അതിലൊരു പെണ്ണിനെ കണ്ടിട്ട് പറയും, അല്ല ഇത് ജിമ്മിയുടെ മകളല്ലേ എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഡേവ് നോക്കിയിട്ട് ആ അതെ ഇത് ജിമ്മിയുടെ മകൾ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുന്നതും അവർ 3 പേര് ബാറിനകത്തേക്ക് കയറിയിട്ട് അതിനകത്ത് കിടന്ന് നല്ല രീതിയിൽ ഡാൻസ് കളിക്കും. അതുമല്ലാതെ ആ ടേബിളിന് മുകളിൽ നിന്നിട്ടാണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നത്. പക്ഷെ അവരെയാണെങ്കിലും മറ്റാരും വഴക്കൊന്നും പറയുന്നതുമില്ല. അങ്ങനെ ഇതാണെങ്കിൽ നമ്മുടെ ഡേവും കുറെ നേരം നോക്കി നിന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഡേവ് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ ഭാര്യ എന്താണ് പറയുന്നത് വെച്ചാൽ ഇപ്പൊ തന്നെ ഏകദേശം 3 മണിയായി, ഇത്രയും നേരം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നതും അവൻ അകത്തേക്ക് വരുമ്പോൾ അവന്റെ ഡ്രസ്സിൽ ഈ രക്തം പറ്റിയിരിക്കുന്നത് അവൾ ഇങ്ങനെ കാണും. അങ്ങനെ അവൾ ചോദിക്കും അയ്യോ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചു അടുത്തേക്ക് വരുന്നതും ഡേവ് പറയും ഞാൻ ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കള്ളൻ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു, അത് വെച്ച് എന്റെ കയ്യിലേക്ക് വെട്ടി തന്നു. അങ്ങനെ സംഭവിച്ചതാണിത്. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ആശുപത്രിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ മുറിവാണ്, കാര്യം നോക്കണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് കെട്ടിവെക്കാം എന്നിങ്ങനെ പറയുന്നതും അവളാണെങ്കിലും അവന്റെ വയറിലും കയ്യിലെല്ലാം ഇങ്ങനെ കെട്ടെല്ലാം വെച്ച് കൊടുക്കുന്നതും അവൻ അപ്പൊ പറയും അല്ല ഞങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ ഒരു കട്ട ഉപയോഗിച്ചിട്ട് അവന്റെ തലയിൽ അടിച്ചിരുന്നു. അതുമല്ല അപ്പോഴാണെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരുപാട് രക്തം പോയി, അവൻ മരിച്ചോ ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഡേവ് അങ്ങനെ കരയാൻ തുടങ്ങും. അപ്പൊ ഡേവിന്റെ ഭാര്യയായാലും അവനോട് പറയുന്നുണ്ട് അത് ഓർത്തത് നിങ്ങൾ പേടിക്കണ്ട, അവൻ എന്തായാലും ഒരു കുഴപ്പം സംഭവിക്കത്തില്ല, പോയി റെസ്റ്റ് എടുത്തൊന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നതും അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ ഒരു കാറ് ഒഴിഞ്ഞു കിടപ്പുണ്ടെന്നും അതേപോലെ തന്നെ അതിനകത്ത് ആരുമില്ല, അതിന്റെ ഡോർ തുറന്നു കിടക്കാണ്, അതിനുള്ളിൽ നിറയെ രക്തമാണെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോൾ പോലീസ് ചോദിക്കും നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്, നിങ്ങളുടെ പേരെന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഫോൺ വിളിച്ച് പറഞ്ഞവർ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം പോലീസ് ടീമാണെങ്കിലും ആ കാറുള്ള ഭാഗത്തേക്ക് വരുന്നതും അടുത്തത് കാണിക്കുന്നത് ജിമ്മിയാണ്. ജിമ്മി അങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ഇതേപോലെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്, എന്നെ കൊണ്ട് എന്തായാലും അത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് സാർ പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ജിമ്മി ചോദിക്കും എന്ത് നിങ്ങളെ 2 പേരെ കൊണ്ട് കട നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നോ എന്ന് ചോദിക്കുന്നതും അവൻ പറയും 2 പേരോ, ഇതുവരെയും കാറ്റി കടയിലേക്ക് വന്നില്ല എന്ന് പറയുന്നതും എന്ത് കാറ്റി കടയിലേക്ക് വന്നില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കാറ്റിയുടെ റൂമിലേക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ കാറ്റി അതിനകത്ത് കാണാനില്ല. അപ്പോൾ ജിമ്മി പറയും ശരി ശരി ഞാൻ കടയിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് റെഡി ആയിട്ട് നേരെ ഷോപ്പിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഷോപ്പിലേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് കാറ്റി നിന്നെ ഫോൺ വല്ല വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നതും അവളാണെങ്കിൽ ഇന്നലെ അവളുടെ ഫ്രണ്ട്സിനോട് ഒരു പാർട്ടിക്ക് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പൊ അവരും പറയും അവിടേക്കൊന്നും വന്നില്ല എന്ന് പറയുന്നതും ഓക്കെ ശരി പിന്നീട് അതെല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ കാറ്റിയുടെ കാമുകനുണ്ടല്ലോ ബ്രാൻഡൻ എന്ന് പറഞ്ഞിട്ട് അവന് അവന്റെ സഹോദരനും ഈ ഷോപ്പിനകത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ അവൻ ഷോപ്പിനകത്തേക്ക് കയറി വന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അല്ല കാറ്റ് ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ത് പറ്റി ചോദിക്കാനെന്ന് ചോദിക്കുമ്പോൾ സാറ്റർഡേ സൺഡേ അവൾ എന്തായാലും ഷോപ്പിലല്ലേ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചെന്ന് പറയുന്നതും അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമ്മി അവരെ രണ്ടുപേരെ പറഞ്ഞു വിടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ക്രൈം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കാർ കിടപ്പുണ്ട്. അപ്പൊ അടുത്തുള്ള ഒരു പോലീസുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു ബാഗും അതേപോലെ തന്നെ ലൈസൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കാറിന്റെ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ ഈ കാറിന്റെ ഓണറിന്റെ പേര് കാറ്റി എന്നാണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷോണിന് മനസ്സിലാവുന്നത് ഇത് ജിമ്മിയുടെ മകളാണെന്ന്. അങ്ങനെ ഷോൺ ആണെങ്കിലും കാർ പരിശോധിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കാറിന് മുന്നിൽ നിന്ന് ആരോ ഒരാൾ അവളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവളുടെ ഷോൾഡറിൽ ബുള്ളറ്റും കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാർ മുഴുവൻ രക്തമുള്ളത് എന്നിങ്ങനെ പറയുന്നത്. നമ്മുടെ ഷോൺ പറയും ശരി അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അവൾ എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പോയി കാണും, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലം മുഴുവൻ പരിശോധിക്കണം എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ജിമ്മിയെ കാണിക്കുമ്പോൾ ഈ ഒരു ദിവസം ചർച്ചിൽ അവന്റെ 2ാമത്തെ മകൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നടക്കാണ്. ജിമ്മി ആണെങ്കിൽ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ചർച്ചിൽ നിന്നും എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് റോഡിലൂടെ ഈ പോലീസ് വണ്ടി വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ ജിമ്മി എന്താ ചെയ്യുന്നത് വെച്ചാൽ വണ്ടി എന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു പോലീസ് വണ്ടിയുടെ പുറകെ തന്നെ നമ്മുടെ ജിമ്മി പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഷോണിനെ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ പോലീസ് ടീമും ആ ഒരു പ്രദേശം മുഴുവൻ നല്ല രീതിയിൽ അന്വേഷിച്ച് ഇപ്പൊ അവസാനം നമ്മുടെ കാറ്റിയുടെ ശരീരവും കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നത് നമ്മുടെ ഷോണിനാണെങ്കിൽ അത്രയും വിഷമായി, കാരണം ഈ ഒരു കാര്യം ഇനി എങ്ങനെ ജിമ്മിയോട് പറയുന്നതാണ്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജിമ്മി ഇപ്പോൾ വെളിയിൽ നിൽക്കാണ്. അതുപോലെ അവൻ അവിടെ എല്ലാം നോക്കുന്ന സമയത്ത് കാറ്റിയുടെ കാർ അവിടെ കാണുന്നതും ഇത് കാറ്റിയുടെ കാറല്ലേ എന്നുള്ള രീതിയിൽ നടന്ന് അവിടേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ആണെങ്കിൽ അവനെ വിടുന്നില്ല. അതേസമയം തന്നെ ജിമ്മിയോടൊപ്പം 2 പേരുണ്ട് അവന്റെ സഹായിയായിട്ട്. അവര് 2 പോലീസിനോട് വന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് വിടുന്നെല്ലാം പറഞ്ഞ് അയാളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉള്ളിൽ നിന്ന് നമ്മുടെ ഷാൻ ആണെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ജിമ്മി അങ്ങനെ നോക്കി നിൽക്കുന്നതും ജിമ്മിക്കാണെങ്കിലും കാര്യം മനസ്സിലായിട്ട് അവൻ പെട്ടെന്ന് ചോദിക്കും ഷോൺ എന്റെ മകൾക്ക് എന്താ സംഭവിച്ചത്, അവൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയും, നീ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ ഷോൺ ആണെങ്കിലും മറുപടി ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് അവന് കാര്യം മനസ്സിലായി കാറ്റിക്ക് എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം. അങ്ങനെ അവനാണെങ്കിൽ അവിടെ കിടന്ന് നല്ല രീതിയിൽ കരയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഡേവിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഡേവിന്റെ ഭാര്യയാണെങ്കിൽ രാവിലെ തന്നെ TV-യെല്ലാം ഇട്ടിട്ട് ഇന്നലെ ഡേവ് പറഞ്ഞതുപോലെ അവനൊരാൾ ഇടിച്ചല്ലോ, അതുകൊണ്ട് ആരുടെയെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ
അറിയാൻ വേണ്ടി പത്രത്തിലെല്ലാം നല്ല ഇതിലിങ്ങനെ പരിശോധിക്കുകയാണ്. പക്ഷെ പത്രത്തിലൊന്നും അങ്ങനെയൊന്നും കാണാത്തത് കൊണ്ട് അതേസമയം കാണിക്കുമ്പോഴത്തേക്കും ടി വിയിൽ ഒരു ന്യൂസ് ഓടുന്നു, ഇതേപോലെ രാത്രിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, കൊല്ലപ്പെട്ടത് ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് കാറ്റി എന്നാണ്. അങ്ങനെ ഈ ഒരു ന്യൂസ് കാണുന്നതും ഡേവിന്റെ ഭാര്യയാണെങ്കിൽ നല്ല ഇതിൽ ഷോക്ക് ആവുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഷാൺ ഇപ്പോൾ ജിമ്മിയുടെ മുന്നിൽ ഇരുന്നിട്ട് അവനോടും അവന്റെ ഭാര്യയോടും കാറ്റിയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ എന്നോട് പറഞ്ഞേ പറ്റൂ, എന്നാലും ഞങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഞങ്ങളോടത് പറയുമ്പോൾ ജിമ്മി പറയും, കാറ്റി എന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയുടെ മകളാണ്, അതിനുശേഷമാണ് ഞാൻ മറ്റൊരു കല്യാണം തന്നെ കഴിച്ചത്. പക്ഷെ എന്തൊക്കെയായാലും അവളാണ് എന്റെ ആദ്യത്തെ മകള്, അതുകൊണ്ട് അവളെ ഞാൻ ആ ഒരു രീതിയിലാണ് നോക്കിയിരുന്നത്. അതുമല്ല ഷാൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുന്ന സമയത്ത് ഡേവിനെ ആ ഒരു കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് അവന് പകരം ഞാനാണ് ആ ഒരു കാറിൽ കയറിയെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടാവില്ലായിരുന്നു, അവൾ ഈ ഒരു അവസരത്തിൽ മരിക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജിമ്മി ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ബ്രണ്ടൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ട് കാറ്റിയെ പറ്റി ചോദിച്ചിട്ട് പോയിരുന്നു. അപ്പൊ നമ്മുടെ ഷാൻ ജിമ്മിയോട് ചോദിക്കും, അല്ല നീ ഡേവിനെ ഈ അടുത്തു വല്ലതും കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിയുടെ ഭാര്യ പറയും, ഡേവ് കല്യാണം കഴിച്ചത് എന്റെ കസിനെയാണ്, അതുമല്ലാതെ അവർക്കാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഷാൻ പറയും, ശരി ഇപ്പോഴത്തേക്ക് ഈ ഒരു ഡീറ്റെയിൽസ് മതി, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഷാണും ലോറൻസും അടുത്തായിട്ട് പോകുന്നത് ആ ഒരു ക്രൈം നടന്ന സ്ഥലമുണ്ടല്ലോ അതിനടുത്തുള്ള വീടുകളിലേക്കാണ്. എന്നിട്ട് ആ വീടുകളിലെല്ലാം പോയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും അവിടെയുള്ള ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാർ ഇവിടേക്ക് വന്ന് എന്തെങ്കിലും ഇടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു, അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേട്ടത്, അവൾ ഹായ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഗൺ ഫയർ ആവുന്ന ശബ്ദവും എന്നിങ്ങനെ ആ ഒരു ലേഡി പറയുന്നതും നമ്മുടെ ഷോൺ പറയും, അങ്ങനെയാണെങ്കിൽ ആ ഒരു കൊലയാളിയെ കാറ്റിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ അടുത്തായിട്ട് പോകുന്നത് നമ്മുടെ കാറ്റിയുടെ ഫ്രണ്ട്സിനെയാണ് കാണാൻ പോകുന്നത്. കാരണം അവസാനമായിട്ട് അവൾ പാർട്ടിക്ക് പോയത് ഇവരോടൊപ്പമാണല്ലോ. അങ്ങനെ ഇവരോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാറ്റി ഈ ഒരു സ്ഥലം വിട്ടിട്ട് ലോസ് വേഗാസിലേക്ക് പോയിട്ട് ജീവിക്കാന്നും പറഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിക്കുന്നതും അപ്പോൾ നമ്മുടെ ഷോൺ പറയും, കാറ്റിയുടെ ഹാൻഡ് ബാഗിൽ ലോസ് വേഗാസിൽ ഒരു വീടെടുത്ത അഡ്രസ് പ്രൂഫും അതേപോലെ തന്നെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു നാട്ടിൽ അവൾക്കുള്ള ബാങ്ക് അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്തതായിട്ടും മറ്റു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെണ്ണ് എന്തായാലും ലോസ് വേഗാസിലേക്ക് തനിയെ പോകത്തില്ല, അവളോടൊപ്പം വേറെ ആരോ ഉണ്ട്, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിനെ ചോദിക്കുന്നതും അപ്പോൾ അവർ ഫ്രണ്ട്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബ്രണ്ടൻ എന്ന് പറഞ്ഞ ഒരു പയ്യനോടൊപ്പം പോകാനായിട്ടാണ് അവൾ പ്ലാൻ ചെയ്തിരുന്നത്. അവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു, ഈ ഒരു നാട് വിട്ട് അവിടേക്ക് പോയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും തീരുമാനിച്ചിരുന്നത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നിങ്ങനെ പറയുന്നത്. അതേസമയം ഇവിടെ ജിമ്മിയെ കാണിക്കുമ്പോൾ ജിമ്മി ഇപ്പോൾ ഡേവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ജിമ്മി ഡേവിനെ കാണുന്നതും ഡേവിനോട് ചോദിക്കും, ഡേവ് നിന്റെ കയ്യിലെന്താ ഒരു മുറിവെന്ന് ചോദിക്കുമ്പോൾ ഡേവ് പറയും, അത് കഥ കടയ്ക്കുന്ന സമയത്ത് കഥക് വന്ന് കയ്യിലേക്ക് അടിച്ചു, അങ്ങനെ പറ്റിയതായി മുറിവ് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ജിമ്മി ആണെങ്കിലും അവന്റെ മകളെ പറ്റി ഡേവിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കരയാണ്. അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണിത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോണിനെ ലോറൻസിനെ കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ഉള്ളത് കാറ്റിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രണ്ടന്റെ വീട്ടിലാണ്. എനിക്ക് കാറ്റിയെ പറ്റി എന്തൊക്കെ അറിയാം അതെല്ലാം ഞങ്ങളോട് ഇപ്പോൾ പറയുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുന്നതും അവൻ പെട്ടെന്ന് അവളെ ഓർത്ത് ഇങ്ങനെ കരയാൻ തുടങ്ങും. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സ്നേഹിക്കുമായിരുന്നു, അതുമല്ല ലോസ് വേഗാസിലേക്ക് പോയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അതിന് മുന്നേ തന്നെ അവളെ ആരോ കൊന്നെന്നിങ്ങനെ പറയുന്നതും ലോറൻസ് ചോദിക്കും, ശരി കൊലപാതകം നടന്ന അന്നത്തെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ ശരി, നിങ്ങൾ എന്തിനാ ലാസ് വേഗാസിലേക്ക് പോയിട്ട് തന്നെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് എന്ന് ലോറൻസ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ബ്രണ്ടൻ പറയും, ഇല്ല കാറ്റിയുടെ ഫാമിലിക്ക് അവളുടെ അച്ഛന് എന്റെ ഫാമിലിയെ പോലും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് വീടിനകത്തേക്ക് 2 പയ്യന്മാർ ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ നമ്മുടെ ബ്രണ്ടൻ പറയും, അതിലൊരാള് എന്റെ അനിയനാണ്, അത് അനിയന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അവർ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി പോകുന്നു. അതോടെ നമ്മുടെ ബ്രണ്ടനോടുള്ള ചോദ്യങ്ങളെല്ലാം കഴിയുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേവിനെയാണ് കാണിക്കുന്നത്. ഡേവ് തന്റെ മകനെ ഉറക്കി കിടത്തുന്ന സമയത്ത് അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ഒരു ന്യൂസ് പേപ്പറും TV എല്ലാം പരിശോധിച്ചിരുന്നു, പക്ഷെ അതിലെവിടെയും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് അപകടം സംഭവിച്ചതായിട്ടോ ഒരാളെ കൊന്നതായിട്ടോ ഒന്നും ന്യൂസ് ഒന്നും കണ്ടില്ല എന്നിങ്ങനെ പറയുന്നതും ഡേവ് പറയും, ഒരുപക്ഷെ അവൻ മരിച്ചു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാത്തത്. അല്ല നീ എന്തിനാ ഇപ്പൊ ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കുന്നത്, ഇതൊന്നല്ല ഇപ്പൊ പ്രധാനപ്പെട്ടത്, ജിമ്മിയുടെ മകൾ മരിച്ചു, അതിനെപ്പറ്റി നമുക്ക് സംസാരിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് ഇറങ്ങി പോകുന്നതും ഇപ്പോഴും ഡേവിന്റെ ഭാര്യയ്ക്ക് അവനോടുള്ള സംശയം മാറിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാണും ലോറൻസും സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ലോറൻസ് പറയും, അവസാനമായിട്ട് കാറ്റി ബാറിൽ പോയതിനു ശേഷമാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്, അതുകൊണ്ട് ബാറിനകത്ത് ആ ഒരു സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റിങ്ങിനെ അവനെ കാണിക്കുന്നതും ഷോൺ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നമ്മുടെ ഡേവിന്റെ പേര് കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോണും ലോറൻസും നേരെ ഡേവിനെ കാണാനായിട്ട് ചെല്ലാണ്. എന്നിട്ട് ബാറിനകത്ത് നടന്ന കാര്യങ്ങളെ പറ്റി ഡേവിനോട് ചോദിക്കുമ്പോൾ ഡേവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 1 മണിയായി കാണും, അതിനു മുന്നേ തന്നെ കാറ്റി അവിടെ നിന്ന് പോയിരുന്നു എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഷോൺ ചോദിക്കും, ഓക്കെ ശരി ആ ഒരു ബാറിലെ അവളെ വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നോക്കിയതായിട്ടോ ഫോളോ ചെയ്യുന്നതായിട്ടോ നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാവരും സാധാരണ രീതിയിൽ തന്നെയായിരുന്നു എന്നിങ്ങനെ ഡേവ് പറയുന്നതും ഷോണും ലോറൻസും പറയും, ശരി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും
രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് രണ്ടുപേരും പരസ്പരം ഈ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ലോറൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ആ ഒരു കൊല നടന്ന സ്ഥലത്ത് ആ ഒരു സ്ത്രീ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ആ ഗൺ ഫയർ ആവുന്നതിന് മുന്നേ കാറ്റി ആരോടോ ഹായ് പറയുന്നത് പോലെ കേട്ടിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റിക്ക് ആ ഒരു ഷൂട്ടർ ആരാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുമല്ല കാറ്റി പോയ ആ ഒരു ബാറിൽ തന്നെ നമ്മുടെ ഡേവ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഡേവ് തന്നെ ആയിരിക്കും കാറ്റിയെ കൊന്നത് എന്ന് നമ്മുടെ ലോറൻസ് ഇങ്ങനെ പറയുന്നതും ഷോൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ച് മാത്രം നമുക്ക് എന്തായാലും അവനെ കുറ്റക്കാരനാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ കിട്ടുന്നത് വരെ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം എന്നിങ്ങനെ പറയുന്നതും ലോറൻസ് അപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഡേവിന് കൈ കൊടുക്കുന്ന സമയത്ത് അവന്റെ കൈ കണ്ടില്ലായിരുന്നു, അവന്റെ കയ്യിൽ എന്തോ ഒരു മുറിവുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇത് അവൻ തന്നെയാണ് എന്ന് നമ്മുടെ ലോറൻസ് ഉറപ്പിച്ച് തന്നെ പറയാണ്. അങ്ങനെ നമ്മുടെ ഷോൺ ആണെങ്കിൽ അധികം മിണ്ടാതെ കാർ കൊടുത്തുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും. അടുത്തത് നമ്മുടെ ജിമ്മിയെ കാണിക്കുകയാണ്. ജിമ്മി ഇപ്പോ കാറ്റിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ശരീരം വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ശരീരത്തിനടുത്തേക്ക് അവൻ നടന്നു വന്നിട്ടാണ് അവളോട് പറയുന്നത്, ഇത് നോക്ക് കാറ്റി, നിന്നെ ആരാണ് കൊന്നതെങ്കിലും പോലീസുകാർ അവരെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നൊരു ശബ്ദം എടുത്തിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഷാണും അതേപോലെ തന്നെ ലോറൻസും നേരെ ജിമ്മിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ജിമ്മിയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡേവ് വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്നു. നീ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡേവ് പറയും, അല്ല കാറ്റി മരിച്ചതിന് ശേഷം ജിമ്മിയുടെ ഭാര്യയ്ക്ക് ഒരു കൂട്ടായിട്ട് എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അങ്ങനെ അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുന്നതും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഡേവിന്റെ ഭാര്യയാണല്ലോ അവള് മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഡേവ് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ലോറൻസ് ഇവിടുന്ന് അവനോട് ചോദിക്കും, അല്ല നിങ്ങളുടെ കൈക്ക് എന്ത് പറ്റിയ ഒരു മുറിവ്? അപ്പോൾ ഡേവ് പറയും, അത് വേസ്റ്റ് എല്ലാം തട്ടുന്ന സമയത്ത് ഒരു മെഷീനകത്ത് കൈ പെട്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ട് ഡേവ് ഇങ്ങനെ നടന്നു പോകുന്നതും നമ്മുടെ ലോറൻസിനാണെങ്കിൽ അവ എന്തൊക്കെ പറഞ്ഞാലും അവനോട് ഇപ്പൊ നല്ല ഇതിൽ സംശയമുണ്ട്. അങ്ങനെ ഡേവ് അവിടെ നിന്ന് പോകുന്നതും ഇവര് രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് ഡേവിന്റെ ഭാര്യ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് വീടിന് വെളിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഷോൺ ആണെങ്കിൽ അവളുടെ പുറകെ വന്ന് അവളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല കാത്തി മരിച്ച ആ ഒരു ദിവസം ഡേവ് എപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡേവിന്റെ ഭാര്യയാണെങ്കിലും പെട്ടെന്ന് വെപ്രാളപ്പെട്ടിട്ട് പെട്ടെന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അന്നത്തെ ദിവസം ഡേവ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, ഞാനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. അങ്ങനെ അവള് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു രീതി കാണുമ്പോഴത്തേക്കും നമ്മുടെ ഷാൻ ആണെങ്കിലും അവന് ചെറിയ രീതിയിൽ സംശയമെല്ലാം തോന്നി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഷാൻ നേരെ അകത്തേക്ക് വന്നിട്ട് ജിമ്മിയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതേപോലെ കാറ്റി ബ്രണ്ടൻ എന്ന് പറഞ്ഞൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ലോസ് വേഗാസിലേക്ക് പോയിട്ട് കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജിമ്മി പെട്ടെന്ന് ഷോക്ക് ആവും. അതുമല്ല നിനക്ക് ജിമ്മിയുടെ ഫാമിലി അത്ര ഇഷ്ടമല്ലാത്തത്, എന്തുകൊണ്ട് അവർ രണ്ടുപേരും സ്നേഹിക്കുന്നത് നീ എതിർക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിമ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രണ്ടന്റെ അച്ഛനുണ്ടല്ലോ അവന്റെ അമ്മ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കുടുംബത്തോട് തന്നെ വെറുപ്പുള്ളത്. അതുമല്ല ബ്രണ്ടന്റെ അച്ഛനെ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അയാളുടെ പേര് റേ എന്നും കൂടിയാണ് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ലോറൻസ് പറയുന്നതാണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും പോയിട്ട് കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ആളുകൾ അവിടേക്ക് പോയിട്ട് അന്വേഷിക്കുന്നു. വേറെ ആരുമല്ല പറഞ്ഞത്, നിങ്ങളുടെ രണ്ട് സഹായികളുണ്ടല്ലോ അവരെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്തായാലും ഈ ഒരു കേസിൽ തലയിടരുത്, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വഴിക്ക് കേസ് അന്വേഷിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ജിമ്മിയുടെ വീട്ടിൽ നിന്ന് ഷാനും ലോറൻസും അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവരുടെ പുറകെ വേറൊരാൾ വന്നിട്ട് നിങ്ങൾക്കിപ്പോ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും കൂട്ടി ഒരു റൂമിനകത്തേക്ക് ചെല്ലുന്നതും അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കാറ്റിയെ ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ അത് 1984 ഒരു ലിക്കർ ഷോപ്പിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബുള്ളറ്റും ഒരേ തോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ ഒരു തോക്കാണെങ്കിൽ 1982 തന്നെ കാണാതായെന്ന് പറഞ്ഞിട്ട് ഒരു ഗൺ ഡീലർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഷാൺ ആണെങ്കിലും ആ ഒരു ലിക്കർ ഷോപ്പ് എവിടെയാണെന്നും ചോദിച്ചിട്ട് ആ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് നേരെ ആ ഒരു ലിക്കർ ഷോപ്പിലേക്ക് ചെല്ലുന്നതും അവിടെ ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാളാണുള്ളത്. അങ്ങനെ അയാളോട് വന്ന് കാര്യങ്ങളെല്ലാം തിരക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് 1984 ഒരാൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിനകത്തേക്ക് വന്നിരുന്നു. ആ ഒരു സമയത്താണ് തോക്ക് ഉപയോഗിച്ചിട്ട് അവൻ ഈ ഒരു വശത്തേക്ക് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയെല്ലാം ചെയ്തു. അതുമല്ല അവന്റെ പേര് റേ എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു റേ ആരാണെന്ന് വെച്ചാല് ആ ബ്രിൻഡൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ കാറ്റിയെ സ്നേഹിച്ച അവന്റെ അച്ഛനാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നതും ഷോണും ലോറൻസും കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേവിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഡേവ് ആണെങ്കിൽ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡേവിന്റെ ഭാര്യ ആണെങ്കിൽ വെളിയിൽ പോയിട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് അല്ല നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജിമ്മിനെ അവന്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല, കാരണം അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. കാറ്റ് മരിച്ചതിന് ശേഷം അവർ രണ്ടുപേരും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഡേവിന്റെ ഭാര്യ ഇങ്ങനെ കരയുന്നത് ഡേവ് പെട്ടെന്ന് അവന്റെ ഭാര്യയോട് പറയും, എനിക്ക് തോന്നുന്നു കാറ്റിയെ കൊന്നത് ഞാനാണെന്നാണ് നീ ഇപ്പോഴും വിശ്വസിക്കുന്നത്, അത് സത്യമാണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, നിന്റെ ഫ്രണ്ട് ഷാനാണ് നിന്നെപ്പറ്റി എന്നോട് ചോദിച്ചത് എന്നിങ്ങനെ പറയുന്നതും എന്നെപ്പറ്റി എന്താ അവൻ നിന്നോട് ചോദിച്ചത് ചോദിക്കുമ്പോൾ അല്ല അന്നത്തെ ദിവസം രാത്രി നീ എപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം ചോദിച്ചെന്ന് പറയും. അപ്പോൾ നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറക്കമായിരുന്നു, അതുകൊണ്ട് എത്ര മണിക്കാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഡേവ് പറയും, ശരി നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്നിങ്ങനെ നമ്മുടെ ഡേവ് പറയുമ്പോൾ ഡേവിന്റെ ഭാര്യ പെട്ടെന്ന് ഷോക്കായിട്ട് അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല, ഒരു കള്ളൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്താണ് നിനക്ക് ഇതെല്ലാം പറ്റിയെന്ന്, നീ എന്തിനാ പോലീസിനോട് കള്ളം പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡേവ് പറയും,
അന്നത്തെ രാത്രിയാണ് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്റെ ദേഹത്ത് മുഴുവൻ രക്തം പറ്റിയിരുന്നത്. അതുമല്ല ആ ഒരു രാത്രി തന്നെ കാറ്റിയും മരിച്ചിരുന്നു. എന്നിട്ട് നീയാണെങ്കിലും ഞാനാണ് കാറ്റിയെ കൊന്നതെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഡേവ് ഇങ്ങനെ പറയുന്നതും അങ്ങനെ ഇരുന്ന ഡേവ് പെട്ടെന്ന് അവളെ നോക്കി ഒരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. കുട്ടിക്കാലത്ത് അവൻ ആ ഒരു ചൈൽഡ് അബ്യൂസ് സംഭവിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും ഡേവിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇപ്പോൾ നല്ല പേടിയായി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഷാണും ലോറൻസും അങ്ങനെ കിടന്ന് തർക്കിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ലോറൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവ് ആണ് കൊലയാളി, നിന്റെ സുഹൃത്തായതുകൊണ്ട് നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കല്ലേ, അതുകൊണ്ട് നീ എന്നോട് തർക്കിക്കണ്ട. കാരണം ഡേവിന്റെ കാർ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ കാറിൽ രക്തം പറ്റിയിരുന്നു. ആ ഒരു രക്തഗ്രൂപ്പ് ഞാൻ ഏതാണെന്ന് പരിശോധിച്ചിരുന്നു. അത് O പോസിറ്റീവ് ആണ്. പക്ഷെ ഡേവിന്റെ രക്തഗ്രൂപ്പ് ആണെങ്കിൽ B നെഗറ്റീവ് ആണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അവനോട് സംശയമൊന്നും തോന്നില്ലേ? ഓക്കെ, അതെല്ലാം വിട്. ഡേവിന്റെ ഭാര്യയെ നീ ശ്രദ്ധിച്ചിരുന്നോ? അവർക്ക് എന്തോ ഒരു പേടിയുള്ളത് പോലെ, അവരെന്തോ ഒരു വലിയ കാര്യം മറയ്ക്കുന്നത് പോലെയാണ് പല തവണയും നമ്മൾ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഷാനാണേനെ പറയും. ആ ഒരു കാര്യം എനിക്ക് തോന്നിയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡേവ് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഡേവ് ഇപ്പോൾ ജിമ്മിയുടെ വീടിന്റെ വെളിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് ജിമ്മി വെളിയിലിരിക്കുന്നു. അപ്പോൾ ഡേവ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, അന്ന് രാത്രി നിന്റെ മകള് മരിച്ചു പോയതിന് മുന്നേ ആ ബാറിൽ വെച്ചിട്ട് ഞാൻ അവളെ കണ്ടിരുന്നു. അപ്പോൾ ജിമ്മി എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ ഇവൻ ഇപ്പൊ എന്തിനാ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്? പോലീസ് വന്ന് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം അവസാനം വന്നിട്ട് ഇതെന്തിനാ പറയുന്നത് എന്നുള്ള രീതിയിൽ അവൻ ചിന്തിച്ചിട്ട് ജിമ്മി അവനോട് ചോദിക്കും, അല്ല എന്റെ മകള് മരിക്കുന്നതിന് മുന്നേ നീ അവളോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അവളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാണുന്ന സമയത്ത് അവൾ നല്ല സന്തോഷവതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡേവ് അവിടെ നിന്ന് പോകുന്നതും അടുത്തത് നമ്മുടെ ഷാനെ ലോറൻസിനെ കാണിക്കാണ്. ഇപ്പൊ ലോറൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേവിനെ ഞാനിപ്പോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡേവിന്റെ കാറിൽ കണ്ട ആ ഒരു രക്തവും അതേപോലെ തന്നെ കാറ്റിയുടെ രക്തഗ്രൂപ്പും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂർ സമയം തന്നാൽ മതി, അവനോട് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സത്യം മനസ്സിലാക്കാം എന്നെല്ലാം ഷാണിനോട് പറയുമ്പോഴത്തേക്ക് ഷാണാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അവന്റെ സുഹൃത്തിനെ വിട്ടുകൊടുക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിട്ടും ആ ഒരു ലോറൻസ് ആണെങ്കിലും അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അവസാനം നമ്മുടെ ഡേവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ലോറൻസ് അങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ലോറൻസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ ആ ഒരു മുറിവ് അത് ആ ഒരു മെഷീനിൽ തട്ടി തന്നെയാണ് മുറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നത്. അതെ, അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ എന്തിനാ നിന്റെ ഭാര്യ ഇത്രയും പേടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്നെ പറ്റിയുള്ള എന്തോ ഒരു വലിയ രഹസ്യം അവൾ ഒളിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഡേവ് പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും ലോറൻസ് പറയും, ഓക്കെ ശരി, അതെല്ലാം വിട്. നിന്റെ കാറിൽ നിന്നും ഒരു രക്തക്കറ ഞാൻ കണ്ടുപിടിച്ചിരുന്നു, അതിന് നീ എന്ത് മറുപടിയാ പറയാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഡേവ് വീട്ടിൽ നിന്ന് ചോദിക്കും. എന്ത് രക്തമോ? എന്റെ കാർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. ഇപ്പൊ എന്റെ കാർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് രക്തം പറ്റിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഒരുപക്ഷെ എന്റെ കാർ മോഷിച്ചുകൊണ്ട് പോയവൻ അവരായിരിക്കും എന്തെങ്കിലും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അതിനെപ്പറ്റി അന്വേഷിക്കാൻ ശ്രമിക്കും എന്നിങ്ങനെ പറയുന്നത് ഇവർക്ക് വേറെ ഒന്നും മിണ്ടാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിമ്മിയെ കാണിക്കുമ്പോൾ ജിമ്മിയുടെ കൂടെ 2 സഹായികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ രണ്ടുപേരും ജിമ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതേപോലെ നമ്മുടെ ഡേവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ജിമ്മി പറയും, അത് അന്ന് അവൻ ആ ഒരു ബാറിലുണ്ടായിരുന്നില്ലേ, അതിനെപ്പറ്റി വല്ലതും ചോദിക്കാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയും, അങ്ങനെയൊന്നുമല്ല, ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറയുന്നതും നമ്മുടെ ജിമ്മി ആണെങ്കിലും പെട്ടെന്ന് ചിന്തിക്കും, ഒരുപക്ഷെ ഡേവ് ആയിരിക്കും എന്റെ മകളെ എന്തെങ്കിലും ചെയ്തത് എന്നുള്ള രീതിയിൽ അവനും ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷോണിനെ ലോറൻസിനെ കാണിക്കുമ്പോൾ ഒരു ലിക്കർ ഷോപ്പിൽ റേ എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു ഷൂട്ട് ഔട്ട് നടത്തിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ റേയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് റേ അതിനുശേഷം 1-2 കേസുകളിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമല്ല ആ ഒരു സമയത്ത് അവന്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്തിരുന്നു. അവരുടെ ലിസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ജിമ്മിയുടെ പേരുണ്ട്. അതുമല്ല ജിമ്മിയുടെ പേരും കൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ ഷോൺ ആണെങ്കിലും പെട്ടെന്ന് ഷോക്കാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1984 ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്ത ആ ഒരു പോലീസുകാരനെ കണ്ട് അയാളോട് വിവരങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരനാണെങ്കിലും റേയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇവർ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ റേ എന്ന് പറഞ്ഞവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ മരിച്ചു പോയതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല, അവൻ ഓടിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. അതുമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് അവൻ ഈ ഒരു തെറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ജിമ്മിയുടെ മകളെ അവൻ വീണ്ടും വന്ന് കൊല്ലേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ ലോറൻസ് പറയുമ്പോഴത്തേക്കും ഷോൺ എന്താ പറയുന്നത് വെച്ചാൽ റേ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത് ആ ഒരു സെയിം തോക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോ ആ ഒരു തോക്ക് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ട് ബ്രണ്ടനെ വിളിച്ച് അവനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നും പറഞ്ഞിട്ട് അവരതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് പോകുന്നതും ഇവിടെ നമ്മുടെ ജിമ്മിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ജിമ്മി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വെളിയിൽ ഡേവിന്റെ ഭാര്യ അങ്ങനെ ഇരുന്ന് കരയാണ്. അവൻ വന്നിട്ട് അവളോട് ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവൾക്ക് അറിയാവുന്ന എല്ലാ സത്യങ്ങളും അവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപക്ഷെ ഡേവ് ആയിരിക്കും നിന്റെ മകളെ കൊന്നത് എന്നുള്ള രീതിയിൽ അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നതും ഇതും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജിമ്മിക്ക് അത്രയും ദേഷ്യമായി. കാരണം ഇപ്പോൾ പോലീസ് വന്ന് ഡേവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തല്ലോ. ആ ഒരു കാര്യം കൂടി ആകുമ്പോഴത്തേക്കും ജിമ്മി ഉറപ്പിക്കുകയാണ് ഡേവ് തന്നെയാണ് തന്റെ മകളെ കൊന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഷോണും ലോറൻസും ബ്രണ്ടനെ കൊണ്ടുവന്നിട്ട് അവനോട് അവന്റെ അച്ഛനെ പറ്റിയെല്ലാം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറഞ്ഞത്, എന്റെ അച്ഛനെ
പറ്റി എനിക്ക് അധികം ഒന്നും അറിയത്തില്ല. എനിക്ക് 6 വയസ്സുള്ള സമയത്ത് തന്നെ അയാൾ ഞങ്ങളെ വിട്ടിട്ട് പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ, ശരി നിന്റെ അച്ഛൻ യൂസ് ചെയ്ത ആ ഒരു തോക്കിനെ പറ്റി എന്നോട് പറയാൻ പറയുമ്പോൾ, എന്ത് തോക്ക്? എന്റെ അച്ഛൻ്റെ ഒരു തോക്കുള്ളതായിട്ട് പോലും എനിക്ക് അറിയത്തില്ല എന്നെല്ലാം നമ്മുടെ ബ്രണ്ടൻ ഇങ്ങനെ പറയുന്നതും, ഇല്ല ബ്രണ്ടൻ, നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ ഒരു തോക്ക് വെച്ച് ഒരുപാട് തെറ്റുകൾ നിന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കേസുകളും ഫയലായിട്ടുണ്ട്. അതുമല്ല ആ ഒരു തോക്ക് വെച്ചിട്ട് തന്നെയാണ് കാറ്റിയെയും കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവനോട് ഇങ്ങനെ പറയുന്നതും, പെട്ടെന്ന് കാറ്റിയുടെ കേസ് ഫയലും മറ്റു കാര്യങ്ങളും ഒരു ബോക്സിലായിട്ട് ഇവരുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴാണ് കാറ്റി പറയുന്നത്, അപ്പോഴാണ് ബ്രണ്ടൻ പറയുന്നത്, എന്റെ അച്ഛൻ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, പക്ഷേ മാസാമാസം $500 വെച്ചിട്ട് ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് ആരോ അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവൻ പറയുന്നതും, ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും അവിടെ നിന്നും പറഞ്ഞുവിടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ ഒരു കേസ് ഫയൽ ഉണ്ടല്ലോ, അതില് ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്തിട്ട് ഇവർ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ പോലീസിനോട് രണ്ടുപേരും ഇങ്ങനെ വിളിച്ചു പറയല്ലോ, ഒരു കൊലപാതകം നടന്നു, ഒരു കാർ ഇങ്ങനെ റോഡിൽ കിടക്കുന്നതായിട്ടെല്ലാം ആ ഒരു കാര്യമാണ് ഇവരിപ്പോ കേൾക്കുന്നത്. അങ്ങനെ ഇവരത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫോണിൽ സംസാരിച്ചത് എന്താണ് ഇങ്ങനെ കേൾക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഒരു കാർ കിടപ്പുണ്ട്, അതിനകത്ത് നിറയെ രക്തമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് ഫോൺ വിളിക്കുന്ന ആൾ ഇങ്ങനെ പറയുന്നതും, അപ്പോൾ പോലീസ് ചോദിക്കും, അല്ല നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്നെല്ലാം പോലീസ് ചോദിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് സംസാരിക്കുന്നവൻ പെട്ടെന്ന് അവന്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിക്കും, അവളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ചോദിക്കും, അവളുടെ പേരല്ല മോനെ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ കാര്യം കേൾക്കുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടെ ആ ഒരു റെക്കോർഡും തീരുന്നതും നമ്മുടെ ഷോൺ പെട്ടെന്ന് അത് വീണ്ടും റിപ്പീറ്റ് ഇട്ടിട്ട് ഈ ഒരു ഭാഗം നീ കേട്ടോ എന്ന് പറഞ്ഞ് അത് ഒന്നുകൂടി പ്ലേ ചെയ്യുന്നു. എന്നിട്ടാണ് ലോറൻസിനോട് പറയുന്നത്, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടോ അവളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോറൻസ് പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അവരുടെ ഡെഡ് ബോഡിയുടെ പേരെന്താണെന്നാണോ അവര് പറഞ്ഞത്. അപ്പോഴാണ് ഷോൺ പറയുന്നത്, നീ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഒരു കാറിനടുത്ത് ഒരിക്കലും ഡെഡ് ബോഡി ഇല്ലായിരുന്നു, അത് ആ ഒരു കാറിനകത്തായിരുന്നു, അത് നമ്മളാണ് കണ്ടുപിടിച്ചത്. അതുമല്ല ആ ഒരു ടേപ്പിൽ കേട്ട ശബ്ദം കേട്ട് കഴിഞ്ഞാല് ചെറിയ പയ്യന്മാരുടെ സൗണ്ട് പോലെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത് ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂസ് ആയി. ഇവിടെ നമ്മുടെ ബ്രണ്ടനെ കാണിക്കുമ്പോൾ അവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ വീടിന്റെ മുകൾ ഭാഗത്ത് എന്തൊരു ഹോളുണ്ട്, അതിലൂടെ കൈയിട്ട് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഒരുപാട് നേരം കൈയിട്ട് ഇങ്ങനെ തപ്പുന്നതും തോക്ക് വയ്ക്കുന്ന ചെറിയ ഒരു ബാഗ് ഉണ്ടല്ലോ അതിങ്ങനെ അവന് കിട്ടും. കാരണം വെച്ചാൽ അവന്റെ അച്ഛന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെന്ന് പോലീസുകാർ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അത് എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനാണെങ്കിലും ഇപ്പൊ നല്ല ദേഷ്യത്തോടെ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കാണ്. അതേസമയം വീടിനകത്തേക്ക് സംസാരിക്കാൻ കഴിയാത്ത അവന്റെ അനിയനും അതേപോലെ തന്നെ അനിയന്റെ ആ ഒരു സുഹൃത്തും കൂടി ചേർന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബ്രണ്ടൻ പെട്ടെന്ന് അവന്റെ സഹോദരനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു തോക്ക് എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, എന്തിനാ എന്റെ ലവറിനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരെ നല്ല രീതിയിൽ അടിക്കുന്നതും ഇവിടെയാണ് ഒന്നൊന്നര ടെസ്റ്റ്. ആഹാ, സത്യം പറഞ്ഞാല് നമ്മുടെ കാറ്റിയെ കൊന്നത് അവന്റെ സഹോദരന് ആ ഒരു സുഹൃത്ത് കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു സഹോദരന്റെ സുഹൃത്തുണ്ടല്ലോ അവൻ പെട്ടെന്ന് ആ ഒരു തോക്കും എടുത്ത് നമ്മുടെ ബ്രണ്ടന്റെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട്, നീ എന്നെ അടിച്ചല്ലേ, നിന്നെ ഞാൻ കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഷാനും ലോറൻസും ആ വീടിനകത്തേക്ക് കയറി വരുന്നതും ഇവന്റെ കയ്യിൽ ആ ഒരു തോക്ക് കാണുമ്പോഴത്തേക്കും ഇവരും കുറച്ചു നേരം അനങ്ങാതെ നിന്നിട്ട് പെട്ടെന്ന് അവര് തോക്ക് പിടിച്ച് പിടിയും വലിയാവുന്ന സമയത്ത് 1-2 തവണ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരുടെ ദേഹത്ത് കൊള്ളുന്നില്ല. അതിന് മുന്നേ തന്നെ അവരെ രണ്ടുപേരും പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കാറ്റിയെ കൊന്നത് ആരാണെന്ന് ഇവർക്ക് എന്തായാലും മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിമ്മിയെ കാണിക്കുമ്പോൾ ഇപ്പോൾ ജിമ്മി അവന്റെ കൂടെയുള്ള രണ്ടുപേരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഡേവ് എവിടെ ഉണ്ടെങ്കിലും അവനെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഡേവിനെ കാണിക്കുമ്പോൾ ഡേവ് ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അവർ രണ്ടുപേരും ഡേവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് ഡേവ് ഞങ്ങളോടൊപ്പം വരുന്നോ, ബാറിലേക്ക് പോകാന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ജിമ്മിയുടെ സുഹൃത്തുക്കളും കൂടി ആയതുകൊണ്ട് ഡേവ് ആണെങ്കിലും പെട്ടെന്ന് അവരോടൊപ്പം കാറിനകത്ത് കയറി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ഡേവിനെയും കൊണ്ട് നേരെ ഒരു ബാറിനകത്തേക്ക് പോകുന്നു. അവിടെ ആണെങ്കിൽ ജിമ്മിയുണ്ട്. അങ്ങനെ എല്ലാവരും ചുറ്റിനും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് ജിമ്മിയോടൊപ്പം ഇപ്പോൾ അവൻ്റെ ഒരുപാട് ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അതുമല്ല നമ്മുടെ ഡേവിനാണെങ്കിൽ അവൻ്റെ കൂടെയുള്ളവരിരുന്ന് കളിയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിന് എന്തോ ശരിയാവാത്തത് കൊണ്ട് അവൻ പതിയെ എഴുന്നിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതുമല്ല ഇതിനടുത്തായിട്ട് തന്നെ വലിയൊരു റിവർ ഉണ്ട്. അതിനടുത്തിരുന്ന് അവൻ നല്ല രീതിയിൽ വോമിറ്റ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജിമ്മി അവൻ്റെ ആളുകൾ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് ഡേവ് പറയുന്നത്, ഞാൻ ഛർദ്ദിച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു റിവറിലേക്ക് വീണിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതാണോ, എനിക്കൊരു കുഴപ്പം സംഭവിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ജിമ്മി നേരെ ഡേവിനടുത്തേക്ക് വന്നിട്ട് ഒരു റിവർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതിന്റെ പേരാണ് മിസ്റ്റിക് റിവർ. എന്നിട്ട് ജിമ്മി പറയും, കുറേ വർഷങ്ങൾക്ക് മുന്നേ റേ എന്ന് പറഞ്ഞ ഒരുത്തന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. അവന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ ജയിലിലും പോയിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം ജയിലിൽ നിന്ന് എന്നെ പുറത്തിറക്കിയിരുന്നതും അവനാണ്. അതുപോലെ അത് എൻ്റെ ആദ്യ ഭാര്യ മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ കുടുംബത്തെ നോക്കിയത് റേ ആയിരുന്നു. ആ ഒരു രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ഇതിൽ അടുപ്പമായിരുന്നു. അതുമല്ല അതിനുശേഷം ഒരു തവണ അവൻ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. ആ ഒരു ദേഷ്യത്തില് ഞാൻ അവനെ കൊന്ന് ഈ ഒരു മിസ്റ്റിക് റിവറിലാണ് താഴ്ത്തിയത് എന്നുള്ള കാര്യം ഡേവിനോട് ഇങ്ങനെ പറയുമ്പോൾ ഡേവ് പറയും, ഇല്ല ജിമ്മി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിമ്മി പറയും, ഇല്ല ഡേവ് നിന്റെ ഭാര്യ എല്ലാ സത്യങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു, നീ എന്തിനാ എൻ്റെ മകളെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഡേവ് പെട്ടെന്ന്, എന്ത് ഞാൻ കാറ്റിയെ കൊന്നു? ഒരിക്കലും ഇല്ല,
നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. ഞാൻ ഒരിക്കലും അവൾ നമ്മുടെ കുട്ടിയല്ലേ, ഞാൻ കുട്ടിക്കാലം മുതലേ അവളെ കാണാൻ തുടങ്ങിയതല്ലേ, ഞാൻ ഇതിനെ അവളെ കൊല്ലുന്നത് എന്നിങ്ങനെ പറയുന്നത് ജിമ്മി പറയും, ഏയ് നീ കള്ളം പറയരുത്. അവള് മരിച്ച ആദ്യ ദിവസം ആ ഒരു രാത്രിയാണ് നീ വീട്ടിൽ താമസിച്ച് കയറിയത്. അന്ന് നീ വീട്ടിലേക്ക് താമസിച്ചു പോകാൻ കാരണം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഡേവ് മറ്റൊരു സത്യം ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡേവ് കാണുന്നത് വഴിയിൽ വെച്ചിട്ട് ഒരു കാറിനകത്ത് ഒരു ചെറിയ പയ്യനെ ഒരുത്തൻ അബ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അപ്പോൾ ഇത് കാണുന്നതും നമ്മുടെ ഡേവ് വന്ന് ആ ഒരു ചെറിയ പയ്യനെ രക്ഷിക്കും. കാരണം അവന് കുട്ടിക്കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് അവനറിയാം. അതുകൊണ്ട് ആ ഒരു ചെറിയ പയ്യനെ രക്ഷിച്ചിട്ട് ആ കാറിനകത്ത് കയറി ആ ഒരു തന്നെ നമ്മുടെ ഡേവ് നല്ല രീതിയിൽ അടിക്കും. ആ ഒരു അടിയിൽ ആ കാറിനകത്തുള്ളവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഈ ഒരു മുറിവ് തന്നെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുന്നതും ജിമ്മി പറയും, ഹേയ് ഇത്രയും നേരം നീ കള്ളങ്ങൾ പറഞ്ഞു, ഞാൻ അത് വിശ്വസിച്ചു. പക്ഷെ ഇനി അതങ്ങനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ സത്യം പറയും. നീയാണ് കാറ്റിയെ കൊന്നതെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിന്നെ വെറുതെ വിടും. ഇതേപോലെ ആവശ്യമില്ലാത്ത കഥകൾ എന്നോട് പറയരുത്. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഇല്ല നീ കള്ളം പറയുകയാണെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലും എന്നിങ്ങനെ പറയുന്നതും വേറെ നിവർത്തിയില്ലാതെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിൽ നമ്മുടെ ഡേവ് ആണെങ്കിലും പേടിച്ചിട്ട് ശരി ഞാൻ തന്നെയാണ് അവളെ കൊന്നത്, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടിട്ട് ജിമ്മി എന്നിങ്ങനെ പറയുന്നതും ജിമ്മി പെട്ടെന്ന് എന്താ ചെയ്യുന്ന ഒരു കത്തി എടുത്തിട്ട് ഡേവിന്റെ വയറിലേക്ക് അങ്ങനെ 1-2 കുത്ത്. അങ്ങനെ ആ ഒരു കുത്ത് കൊണ്ടിട്ട് നമ്മുടെ ഡേവ് നേരെ താഴേക്ക് വീഴുന്നതും അവൻ അപ്പോഴും മരിച്ചിട്ടില്ല, ചെറിയ ജീവനുണ്ട്. അപ്പോൾ ജിമ്മിയുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട് അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നതും ജിമ്മി പെട്ടെന്ന് ഒരു തോക്കെടുത്ത് ഡേവിനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പം എന്താണ് എല്ലാവരുടെയും മനസ്സിലോടുന്നതെന്ന് എനിക്കറിയാം, അതേ ഫീലിംഗ് തന്നെയാണ് എനിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മി ഇപ്പോൾ ആ ഒരു തെരുവിലിങ്ങനെ ഇരിക്കുകയാണ് മദ്യവെച്ചിട്ട്. അതേസമയം നമ്മുടെ ഷാൻ അവിടേക്ക് ഒരു കാറിൽ വന്നിട്ട് ജിമ്മിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയും, നമ്മുടെ കാറ്റിയെ കൊന്ന 2 പേരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് ജിമ്മി ചോദിക്കും, എന്ത് 2 പേരോ, ആരാ അവരെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ബ്രണ്ടനില്ലേ അവൻ്റെ സഹോദരനും ആ സഹോദരൻ്റെ ഫ്രണ്ടും. ശരി എന്തുകൊണ്ടാണ് കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അന്ന് നടന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ പറയുന്നത്. ബ്രണ്ടന്റെ സഹോദരനും ആ ഒരു സുഹൃത്തിനും ചേർന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ തോക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടി. അങ്ങനെ അത് വെച്ചിട്ട് ഇവർ റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാറ്റി ബാറിൽ നിന്ന് തിരിച്ച് കാറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ കളിച്ച് ഒരു റോഡിലേക്ക് വന്ന് കിടക്കും. അങ്ങനെ അവർ ഇടിക്കേണ്ടെന്നുള്ള രീതിയിൽ അവൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് അവിടെ നിർത്തുന്നതും ഇവരെ കണ്ടിട്ട് ഹായ് എന്നിങ്ങനെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന സമയത്താണ് അവരുടെ കയ്യിൽ ഈ ഒരു തോക്കിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അതുമല്ല തോക്ക് അവരുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേരും ഇവളെ പറ്റിക്കാന്നുള്ള രീതിയിൽ ആ തോക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്നെല്ലാം പറഞ്ഞ് തമാശ രീതിയിൽ അവളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അത് സീരിയസ് ആക്കി അവർ രണ്ടുപേരും ഡോർ വെച്ച് തട്ടി അവൾ കാറിനകത്തേക്ക് കയറുന്ന സമയത്ത് ആ പയ്യന്റെ കയ്യിൽ നിന്ന് തോക്ക് അറിയാതെ ഫയറായിട്ട് അവളുടെ തോളിൽ ബുള്ളറ്റ് കൊള്ളും. അങ്ങനെ അത് കാരണം അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്താണ് ഈ ഒരു കാര്യം അവൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്താൽ എന്നുള്ള പേടിയിൽ അവർ രണ്ടുപേരും അവളുടെ പുറകെ വന്ന് അവളുടെ തലയ്ക്കടിച്ച് അവളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ചത്. അങ്ങനെ ഇത് കേൾക്കുന്നതും നമ്മുടെ ജിമ്മി ആണെങ്കിൽ നല്ല രീതിയിൽ ഷോക്കായിപ്പോയി. അപ്പോൾ ഷോൺ പറയും, ഞാൻ ഇന്നലെ ഡേവിന്റെ ഭാര്യയെ കോൾ ചെയ്തിരുന്നു, ഇന്നലെ രാത്രി മുതൽ അവനെ കാണാനില്ല എന്നാണ് പറയുന്നത്. അതുമല്ല അവനെ പറ്റിയുള്ള കാര്യം നിനക്കറിയാമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിന്നെ കാണാനായിട്ട് ഞാൻ വന്നത്. അതുമല്ല അവനോട് എനിക്ക് സംസാരിക്കണം. ഈ പാർക്കിന്റെ അടുത്തായിട്ട് ഒരാളുടെ ശരീരം ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു, അതിനെപ്പറ്റി അവനോട് ചോദിക്കണമെന്ന് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഡേവ് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അപ്പോൾ ഷോൺ ചോദിക്കും, അല്ല ഡേവിനെ നീ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിമ്മി ആണെങ്കിലും കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിരുന്ന് കുറച്ച് വിഷമിച്ചിട്ട് അങ്ങനെ മുന്നിലേക്ക് നടന്നു പോയിട്ട്, ഇത് നോക്ക് ഷോൺ, എൻ്റെ മകളെ കൊന്നവരെ കണ്ടുപിടിച്ചതിന് എന്തായാലും നിന്നോട് താങ്ക്സ് ഉണ്ട്, പക്ഷെ നീ ഒരു കാര്യം കുറച്ച് മുന്നേ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഷോൺ ആണെങ്കിലും പെട്ടെന്ന് ഷോക്കായിട്ട് ജിമ്മിയോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഡേവിനെ നീ എന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിമ്മി ആണെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കാണ്. അപ്പോൾ നമ്മുടെ ഷോൺ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഡേവിന്റെ ഫാമിലിക്കും നീ മാസാമാസം $500 വെച്ച് അയക്കാൻ പോവാണ് എന്നിങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ജിമ്മി പറയും, അതെ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തെരുവിൽ നിന്ന് അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ പലതവണ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അന്നത്തെ ദിവസം നമ്മൾ 3 പേരിലെ ഡേവിന് പകരം നമ്മളാണ് ആ ഒരു കാറിൽ കയറിയിരുന്നെങ്കിൽ ഡേവിന്റെ അവസ്ഥയിൽ നമ്മളായിരിക്കും ഇപ്പോൾ ജീവിക്കുന്നത്, നമ്മൾ ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള ആളുകളായിട്ട് മാറില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ജിമ്മി അവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് ഷോണിന് ഒരു കോൾ വരുന്നു. ആരാണെന്ന് വെച്ചാൽ 6 മാസങ്ങൾക്ക് മുന്നേ അവനെ വിട്ടിട്ട് പോയ അവൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. അവനോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിക്കുന്നതും അവന് നല്ല സന്തോഷമായിട്ട് അവൻ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു നഗരത്തിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഘോഷയാത്ര അങ്ങനെ പോകുന്നതും ആ ഒരു റോഡിൻ്റെ ഒരു വശത്ത് നമ്മുടെ ഷാണും അവൻ്റെ ഭാര്യയുണ്ട്, മറുവശത്താണെങ്കിൽ ജിമ്മിയും അവൻ്റെ കുടുംബമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വശത്ത് കാണിക്കുമ്പോൾ ഡേവിന്റെ ഭാര്യ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഇവരെങ്ങനെ നോക്കുകയും ചെയ്യുന്നു. അതുപോലെ അവർ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കാണുന്നതും നമ്മുടെ ഷോൺ പെട്ടെന്ന് കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജിമ്മിയെ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നതും അപ്പോഴേക്കാണ് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ജിമ്മി ആണെങ്കിലും ഒരു റിയാക്ഷൻ ഇങ്ങനെ കൊടുക്കും കൈ കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൺ, നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നതും ജിമ്മി ആണെങ്കിലും എനിക്കൊന്നും അറിയത്തില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഡേവിന്റെ ഭാര്യ അങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് അവനിങ്ങനെ കൈ കാണിക്കുന്നത്.
അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മൂവി എക്സ്പീരിയൻസ്? എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വரைക്കും ബൈ.